പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, സ്പേസ് ചാനൽ വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നവംബർ 4 പരിശുദ്ധ സഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ആരാധനാക്രമ വത്സരത്തിലെ ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. പള്ളിക്കുദാശ കാലഘട്ടം. ഇത് സഭാ സമർപ്പണത്തിൻ്റെ കാലഘട്ടമാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം 2 ഭാഗങ്ങളാണ് കാണുക. ഒന്നാമത്തെ ഭാഗത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് താൻ ആരാണ് എന്ന്. രണ്ടാമത്തെ ഭാഗത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. സഭയെ സ്ഥാപിച്ചുകൊണ്ട് സഭയെ നയിക്കുവാനായിട്ട് പത്രോസിനെ ഭരമേൽപ്പിക്കുന്ന ഭാഗവും നാം ഇന്ന് വായിക്കുന്നു. നമുക്ക് ആദ്യത്തെ ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് താൻ ആരാണ്, തന്നെക്കുറിച്ച് മറ്റുള്ളവരെന്താണ് പറയുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് പല ഉത്തരങ്ങളുണ്ട്. ചിലർ പറയുന്നു സ്നാപകയോഹന്നാനാണ്, ചിലർ പറയുന്നു ഏലിയായാണ്, ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ യേശുവിനെക്കുറിച്ച് അവർ കേട്ടത് അവർ ഈശോയെ അറിയിക്കുക. അത് കേട്ടുകൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങളെന്താണ് എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നെക്കുറിച്ച്? അതിന് ശിഷ്യപ്രമുഖനായ പത്രോസാണ് മറുപടി നൽകുക. പത്രോസ് ഇപ്രകാരമാണ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. നമുക്കറിയാം, സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. സ്ഥാനത്തും അസ്ഥാനത്തും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും യേശുനാഥൻ്റെ ശാസനത്തിന് വിധേയനായ വ്യക്തിയാണ് പത്രോസ്. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് കൃത്യമായിട്ട് ഉത്തരം നൽകുകയാണ്. ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, ഇത് നിൻ്റെ ബുദ്ധിയോ നിൻ്റെ മിടുക്കോ അല്ല ഇങ്ങനെ പറയുവാനായിട്ട് നിന്നെ പ്രേരിപ്പിച്ചത്, മറിച്ച് നിന്നിലുള്ള പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എനിക്കും നിനക്കും ആരാണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. യേശുവിനെക്കുറിച്ച് നാം ഒത്തിരി കേട്ടറിഞ്ഞിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അറിവിൻ്റെ തലത്തിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് യേശുവിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച് 32-33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കടന്നുപോയ നസ്രായനായ ഒരു മനുഷ്യൻ, ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മനുഷ്യൻ. അതാണ് അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുവാനായിട്ട് സാധിക്കുക. എന്നാൽ നാം അറിവിൻ്റെ തലത്തിൽ നിന്നും ബോധതലത്തിലേക്ക് ഉയരണം. നാം അനുഭവിച്ച യേശുവിനെ നാം പ്രഖ്യാപിക്കണം. അതാണ് പത്രോസ് ഇവിടെ ചെയ്യുക. ദൈവം എന്നിൽ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ നാം അറിവിൻ്റെ തലത്തിൽ നിന്നും ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് വളരും. അവിടെ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നേറ്റു പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നാമും ആ ജനക്കൂട്ടത്തിൽ ഒരുവനായിട്ട് യേശുവിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്ത വ്യക്തി ആയിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തികളായിട്ട് തീരുവാനായിട്ട് പരിശ്രമിക്കാം. യേശു എൻ്റെ ജീവിതത്തിൽ എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ് എന്ന് ഉറച്ച് പറയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നാമും നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കണം, ഞാൻ ആരാണ്? നാം നമ്മെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ അറിവ് പൂർണ്ണമാകുക.
ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് പലപ്പോഴും പറയുമായിരുന്നു, ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ നീ നിന്നെക്കുറിച്ച് അറിയുന്നതാണ്. നോ തൈസെൽഫ്, നീ നിന്നെക്കുറിച്ച് അറിയുക. നമുക്ക് നമ്മെക്കുറിച്ച് അറിയുവാനായിട്ട് പല രീതിയിൽ നമുക്കറിയാം. നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം, ഞാൻ ആരാണ്. അതുപോലെ തന്നെ നാം നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ ആരാണ്. പല വിധത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കേണ്ട ഉത്തരം ഇതാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് ചെന്നെടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നാം ഓർക്കുക. അതിനാൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ ആരാണ്. അതിനുത്തരം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുക. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നാം ചോദിക്കുക. എന്നിൽ മാറ്റങ്ങൾ വരുത്തുവാനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് തീരുക. അതാണ് ആദ്യത്തെ ഭാഗത്തെ സന്ദേശം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ ശിഷ്യപ്രമുഖനായ പത്രോസിനോട് പറയുന്നു, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. അതുപോലെ തന്നെ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സഭയെയും സഭാ സംവിധാനങ്ങളെയും അവഹേളിക്കുന്ന വ്യക്തികളെയും സംവിധാനങ്ങളെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. പലപ്പോഴും സഭയുടെ കൂതാശകളെ അവഹേളിച്ചുകൊണ്ട് സഭാ ശത്രുക്കൾ അങ്ങോളം ഇങ്ങോളം അരങ്ങുവാഴുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധമായ കൂതാശയായ കുമ്പസാരം എന്ന കൂതാശയെ അവഹേളിച്ചുകൊണ്ട് നടക്കുന്നവരെ നാം കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കൂതാശ പവിത്രമാണ്. 7 കൂതാശകളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂതാശ തന്നെയാണ് കുമ്പസാരം എന്ന കൂതാശ എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ വ്യക്തമാക്കുകയാണ്. ഇത് മനുഷ്യൻ സ്ഥാപിച്ചതല്ല, ഈശോ സ്ഥാപിച്ചതാണ്. ഈശോ പത്രോസിനെ ഭരമേൽപ്പിക്കുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ദൈവവും മനുഷ്യനുമായി രമ്യപ്പെടുവാനായിട്ട് ഈശോ സഭയിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ കൂതാശയിൽ ഒന്നാണ് വിശുദ്ധ കുമ്പസാരം എന്ന കൂതാശ. അതിൻ്റെ ആഴവും അർത്ഥവും നാം മനസ്സിലാക്കുക. ഒരു പക്ഷേ ചിലരെങ്കിലുമൊക്കെ കുമ്പസാരത്തിൽ നിന്നും മറ്റു കൂതാശകളിൽ നിന്നുമൊക്കെ വ്യതിചലിച്ചു പോയിട്ടുണ്ടാകാം, ദുർമാതൃകളായിട്ടുണ്ടാകാം. എന്നാൽ അതൊന്നും ഒരിക്കലും സഭയെ കാടടച്ച് ആക്ഷേപിക്കുവാനുള്ള ഉദാഹരണങ്ങളല്ല. അതൊക്കെ എക്സെപ്ഷൻസ് മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 14-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയിൽ ജീവിച്ച അഭിഷിക്തനായ ഒരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ജോൺ നെപോംസിയാൻ. ബൊഹേമിയയിലെ രാജാവിൻ്റെ പത്നിയുടെ കുമ്പസാരക്കാരനായിരുന്നു അദ്ദേഹം. എന്നാൽ രാജാവ് ഒരിക്കൽ അദ്ദേഹത്തോട്ട് ആവശ്യപ്പെട്ടു രാജ്ഞിയുടെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുവാനായിട്ട്. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അതിൻ്റെ ഫലമോ അദ്ദേഹത്തെ നദിയിൽ എറിഞ്ഞു കൊല്ലുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതെ കാണപ്പെടുകയാണ്. ദൈവം കുമ്പസാര രഹസ്യം സൂക്ഷിച്ച തൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകൻ്റെ നാവ് ദൈവം സംരക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അതിനാൽ ഇന്നേ ദിവസം നാം കുമ്പസാരം എന്ന കൂതാശയുടെ പവിത്രത, അതിൻ്റെ പാവനത, പരിശുദ്ധി അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയ ആഹ്വാനവും സഭ ഇന്ന് നൽകുകയാണ്. അതിനാൽ ഇന്നേ ദിവസം ഈ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമുക്ക് യേശു എനിക്കാരാണ്, ഞാൻ ആരാണ്, വിശുദ്ധ കുമ്പസാരത്തോടുള്ള എൻ്റെ സമീപനം എന്താണ് എന്നുള്ള വസ്തുതകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.